പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നീ സായാഹ്നത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലായിരിക്കാൻ, അവിടുത്തെ നോക്കി പ്രാർത്ഥിക്കാൻ, അവിടുത്തെ മുന്നിൽ മനസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ ഈശോ അവസരം നൽകിയതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. അച്ഛൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ വചന സന്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു ചെറിയൊരു ശുശ്രൂഷകനാണ്. പല ഇടവകളിൽ ഞാൻ പോകാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ശാരീരികമായ രോഗങ്ങളൊക്കെ പിടികൂടിയാലും വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ശക്തി കിട്ടും. വെറുതെ അല്ല അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. പലപ്പോഴും പല രോഗങ്ങളുമായിട്ടായിരിക്കും ചിലപ്പോൾ വചനം പ്രഘോഷിക്കാനൊക്കെ അച്ഛനും പോകണേ. പക്ഷേ അവിടെ ഇങ്ങനെ അൾത്താരയിൽ നിന്ന് ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ നശ്വരമായ ശരീരത്തിലും അനശ്വരമായ ആത്മാവിലും വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. നിങ്ങളോട് അച്ഛൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി പേരുണ്ട് ഒരു ഉന്മേഷം ഇല്ലാത്തവർ, ഒരു ചുറുചുറുക്കില്ലാത്തവർ, ഒരു ചൊടിയില്ലാത്തവർ, അല്ലെങ്കിൽ അലസതയിലൊക്കെ ഇങ്ങനെ പൂണ്ടും മാണ്ടും പോയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ചില അമ്മച്ചിമാരൊക്കെ പറയും, അച്ഛാ ഭർത്താവ് ഒരു പണിക്കും പോവില്ല, മടിയനാണ്. അപ്പം അങ്ങനെ അലസനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവായ ദൈവത്തോടെ. എല്ലാ അലസതയും മാറും, എല്ലാ മടിയും മാറും. കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ മടി തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ എനിക്ക് ഉന്മേഷം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഉന്മേഷമൊക്കെ പോകുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ ലഭിക്കും. യെശയ്യാ 40:31 ദൈവത്തിന് ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ ഒരു സ്ഥിതിവിശേഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അത് എപ്പോഴാണ്? അത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. നിൻ്റെ ജീവിതത്തിൽ എന്തോരം ടെൻഷൻ വന്നാലും, എന്തോരം ദുഃഖം വന്നാലും, എന്തൊക്കെ ആകുലതകൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നീ തളരില്ല, നിനക്ക് ഉന്മേഷം ഉണ്ടാവും. വീണ്ടും വചനം പറയുമല്ലോ, സങ്കീർത്തനം 103:5 എൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാ. കഴുകൻ്റേതുപോലെ നീ നവീകരിക്കപ്പെടും, ഉയരങ്ങളിൽ നീ പറന്നുയരും. പിന്നെ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ എന്നെ ഉന്മേഷഭരിതനാക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.